പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റു പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടം. ഇപ്പം നമ്മൾ അമ്മയെക്കുറിച്ച് പറയത്തില്ലേ, ഗേറ്റ് ഓഫ് ഹെവൻ, വർഷകവാടം. ഇപ്പം അനുഗ്രഹത്തിൻ്റെ കവാടമാണ് അമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടുത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങളെ പരീക്ഷ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഈ സമയത്തൊന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന്. പറ്റുന്നവരെ അവർ ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ 4 മണിക്ക് വരെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയവർ വിളിച്ചെഴുന്നേൽപ്പിക്കരുത്, അതങ്ങ് ഉറങ്ങട്ടെ. പക്ഷേ ഇന്നലെ രാത്രി 11 മണിക്കൊക്കെ ഉറങ്ങിയവരെ ഇന്ന് ഈ സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷാ പ്രാർത്ഥന കിട്ടും. നിങ്ങളെന്തിനാ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അനുവദിക്കുന്ന കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് ആരും തല കൈവയ്ക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്. അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. അത് കാരണം നിങ്ങളുടെ പ്രാർത്ഥന അവരത് കാരണം നിങ്ങളുടെ പ്രാർത്ഥന പോകും. അപ്പം അത് നിങ്ങളുടെ സൗകര്യം പോലെ അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക. തല കൈവയ്ക്കുന്ന അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥന ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, SLC എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു കർത്താവേ. അവരെല്ലാം നീ ആശീർവദിക്കണം. ഭയമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവേ, പഠിച്ചിട്ട് കയറാത്തത്, ഇനി എന്താണോ വരാൻ പോണത്, എന്തൊക്കെ ഡിപ്രഷൻ അടിച്ചൊക്കെ മക്കളുണ്ട് ഈശോയെ. ആത്മാവിൻ്റെ ശരീരത്തിന് വൈദ്യമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്രജ്ഞനെ സൂചിക്കും മരുന്നിനും കടന്നില്ലാത്ത മനുഷ്യംശന്റെ ഗാത്രങ്ങളിലേക്ക്, അവസാദ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവസാദ രോഗങ്ങൾ മാറിപ്പോവുകയും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യുത്സാഹ പ്രസരിപ്പിനാൽ കർത്താവ് നിന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യട്ടെ. 92-ാം സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പുതിയ അഭിഷേകം മക്കൾക്ക് നൽകണമേ. ഭയം മാറുന്ന അഭിഷേകം, ഉത്കണ്ഠ മാറുന്ന അഭിഷേകം, ധൈര്യം നിറയുന്ന അഭിഷേകം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കട്ടെ. Lord Jesus Christ, pour out His spirit of wisdom, whatever you may study able to remember, read the exam and qualify with thy grade. In the name of Jesus Christ pray. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്കിനെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ പെൻസില്
സ്റ്റഡി യുട്ടൻഷ്യൽസ് എന്ന് പറയുന്ന പഠന ഉപകരണങ്ങൾ എല്ലാം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ കരങ്ങൾ നിങ്ങളുടെ ഓരോ പേജുകളെ ആശീർവദിക്കട്ടെ. കർത്താവ് ക്വസ്റ്റ്യൻ തുറക്കുമ്പോൾ തന്നെ കർത്താവെ നീ മക്കളുടെ ഓർമ്മശക്തിയെ നീ അഭിഷേകം ചെയ്യണം. ആ ഓർമ്മശക്തിയാൽ പെട്ടെന്ന് അവർക്ക് ആൻസർ മനസ്സിലാക്കാനും ആവശ്യമായത് മാത്രം എഴുതാനും ആവശ്യമില്ലാത്ത എഴുതി സമയം കളയാതിരിക്കാനും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അപ്പച്ചന്മാരെ ആശീർവദിക്കുന്നു. കർത്താവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച് മുന്നേറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പച്ചന്മാരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പറമ്പ് വിൽക്കാൻ നടക്കുന്നവരെ, കേസിന് നടക്കുന്നവരെ, മറ്റുള്ളവരെ നെഗോസിയേഷൻ നടക്കുന്നവർ, ക്രയവിക്രയത്തിന് പോകുന്നവർ, കടകമ്പോളം നടത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, അവർക്ക് അവരുടെ ഡ്യൂട്ടി തീരാതെ വിഷമിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ കർത്താവ് പലതരത്തിലുള്ള ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ കേസിൽ കിടക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ വേറെ പല കാര്യങ്ങളിലും കർത്താവ് കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, പെസ്റ്റീഷനിലായിരിക്കുന്നവർ, കർത്താവ് പലതരത്തിൽ വിസ്താരങ്ങളിരിക്കുന്നവർ, അവർക്ക് ആരുമില്ല കർത്താവ്. ഈശോയെ പല കേസിൽ പിടിക്കപ്പെട്ടവരുണ്ട് ഈശോയെ. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ എന്തായാലും ശരി കർത്താവ് അവർക്കൊരു അവസരം നൽകണമേ. അവരതിൽ നിന്ന് രക്ഷപ്പെട്ട ഇനി ഒരിക്കലും ആ പഴയ വഴിയെ പോകത്തില്ല ഈശോയെ. അവരുടെ കരുണ കാണിക്കണം പ്രാർത്ഥിക്കുന്നു. കോടതി വഴിയിൽ അവർക്ക് വിടുതൽ നൽകണം, പോലീസ് വഴി അവർക്ക് വിടുതൽ നൽകണം, നല്ല വിധികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കോടതിയിൽ അമ്മയെ പരിശുദ്ധമേ നീ പ്രവേശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് അമ്മ നീ അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡ്ജിൽ പരിശുദ്ധാത്മ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സത്യത്തിന് പറ്റുന്നൊരു നീതിക്ക് നിരക്കുന്ന വലിയ വിധി ഉണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് സമാധാനപ്പെട്ട് ജീവിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഓരോരോ വിഷയങ്ങൾ, ഓരോരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥിതമായ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇരിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണം. നീ ആ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ പുസ്തകങ്ങൾ, നിൻ്റെ പേനകൾ, നിൻ്റെ ഹോൾ ടിക്കറ്റുകൾ, നിൻ്റെ ആൻസർ ബുക്കുകൾ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ആശീർവദിക്കുകയും നിൻ്റെ ഇടനെഞ്ചിലുണ്ടാകുന്ന ഉൾഭീതികൾ കർത്താവ് ഉടച്ചു മാറ്റുകയും നിൻ്റെ കർത്താവ് സന്തോഷഭരിതമാക്കുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻ പീസ് യു സ്പിരിറ്റ് ഓഫ് പവർ. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ഉദ്യമങ്ങൾ, ഉദ്യോഗജനകമായ നിങ്ങളുടെ മുഹൂർത്തങ്ങൾ, മീറ്റിങ്ങുകൾ, തർക്കങ്ങൾ, വിതർക്കങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരികെ വരണ കാലം വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരം സമാധാനത്തിൽ ഉറങ്ങാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുഴുവനും കർത്താവിനെ ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരേ പരാജയം തന്നെ ഓർത്തുകൊണ്ടിരിക്കുക, അതൊന്നും ദൈവഹിതമല്ല. പിന്നെ ഒരാൾ നമ്മളോട് ചെയ്ത ഒരു കൃതജ്ഞത അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത പ്രതികാരം, അതിനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, അവൾ അങ്ങനെ ചെയ്ത്, ഏത് പട്ടിക്ക് ഏത് പുളിച്ചും പൂക്കും, എൻ്റെ പുളിച്ചും പൂക്കും, ഏത് പട്ടിക്ക് ഒരു ദിവസം, ഇങ്ങനെ പേട്ട് ഡയലോഗുകളൊന്നും കാച്ചാതെ കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് കേൾക്കണം. എന്താണെന്നറിയാമോ? ഈശോ ഒരു വിഷയത്തിൽ തന്നെ ഒരു വിഷയത്തിൽ ഈശോ ഒരിക്കൽ വരും. ഞാൻ അതിനകത്ത് തമ്പടിച്ച് നിൽക്കാതെ പല ആൾക്കാരുടെയും പ്രശ്നം തമ്പടിയാണ്. ഒരാളോട് ഇഷ്യൂ ഉണ്ടായി, പിന്നെ വരണവരും പോകേണ്ടവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ദൈവത്തിൽ വിട്ടേക്കണം, നമ്മൾ വേറെ വഴിക്ക് പോകണം. വചനം വേറെ വഴിക്ക് പോകുന്ന 2 വചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഈ മത്തായിയുടെ സുവിശേഷമില്ലേ 2:12 വായിച്ചേ. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന്. ഹെരോദസ് വില്ലനാണല്ല. ഇങ്ങനെ വില്ലത്തരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചെന്ന് പണിമടിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ നമ്മളെ കാത്തിരിക്കും നമുക്ക് പണി തരാൻ. അപ്പം അവനെന്ത് പണികളെ കാരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്ന് പണി മേടിക്കും. ഒരാവശ്യമില്ല. നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡിസ്റ്റർബൻസ് ഏരിയയെ ന്യൂട്രലായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഒരു വഴി ഇങ്ങനെ മൊത്തം അടഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഉദ്യോഗം അങ്ങനെ പാഴായെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അയ്യോ ഉദ്യോഗം പാഴായെന്ന് പറഞ്ഞ് വിഷമെടുത്ത് കഴിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ വെള്ളം അടിച്ചുകൊണ്ട് പിന്നെ വെള്ളം അടിക്കാറുണ്ടല്ലോ, അവർക്കുമാർക്കെല്ലാം എപ്പോഴും ഒരു കാരണങ്ങളുണ്ടാകും. എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പറയും, അത് അന്ന് മുതലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയും. എന്നിട്ടും ഈ ഭാര്യ എന്ന് പറഞ്ഞ പെണ്ണ് അവർ പറയും, ഈ ചായൻ ഇങ്ങനെയായിരുന്നു, ഈ ചായ നല്ലതായിരുന്നു, ഇല്ല അന്നൊരു കാര്യം ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയായിരുന്നു. ഒരു കഥയില്ല. അവളെ സപ്പോർട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അതിനൊക്കെ ഒരു കഥയില്ല.
നമ്മൾ ആ വിഷയം വിട്ടേക്കാം. ഈശോ പറയാം, ആ വിട്ട് ഹെറോദേസിൻ്റെ വിഷയം വിട്ട് അവർ മറ്റു വഴിക്ക് പോയെന്ന്, അവർ വേറെ വഴിക്ക് പോയി. അത് തന്നെ ഈ നിങ്ങളെ മത്സിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ അതൊക്കെ വിട്ടേരെന്ന് പറയത്തില്ല. അതാണ് ഇപ്പോൾ ഈശോ പറയുന്നത്. അതായത് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ 9:56 ഇതുപോലെ ഒരു സൂചന ഉണ്ട്. സമരക്കാരോടെ കെട്ടുവെച്ചാൽ യോഹന്നാനും യാക്കോബും ഫസ്റ്റ് പാർട്ടിയല്ല. ഇവർ തന്നെ അവരുടെ പേര് തന്നെ ബൊനാർഗസ് എന്നാ. ഇടിമുഴക്കുന്നത് എവിടെ ചെന്നാലും ഇടിവിട്ട് പരിപാടിയായിരിക്കും. അപ്പം യോഹന്നാനൊക്കെ അവസാനമാണ് മെച്ചമായത്. കർത്താവിൻ്റെ കറക്റ്റ് അവസാനത്തെ പ്രാർത്ഥനയില്ലേ, അതിലൂടെയാണ് യോഹന്നാൻ രക്ഷപ്പെട്ടത്. അവർ സത്യത്തെ വിശുദ്ധീകരിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവർ സത്യത്തെ വിശുദ്ധീകരിക്കുക യോഹന്നാനൊക്കെ ഉദ്ദേശിച്ചാണ്. സത്യത്തെ വിശുദ്ധീകരിക്കാഞ്ഞൊരു കാര്യം അവർക്കുണ്ടായിരുന്നു. അവർ സമരക്കാരുമായിട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ ഇടുത്തി വീണ് അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കേണ്ടത്. സത്യത്തെ വചനം വിശുദ്ധീകരിക്കപ്പെടാത്തൊരു കാലമായിരുന്നു അവരുടെ. അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത്. അവർ സത്യത്തെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അങ്ങനെ വചനമാണല്ലോ സത്യം എന്നൊക്കെ പറയുന്നത്. അതെന്ത് രസമാണെന്ന് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ. എന്തൊരു നാഥൻ, എന്ത് അരുമ ശിഷ്യന്മാരോട് കാണിക്കുന്ന ദൈവത്തിരുസന്നിധിയിലുള്ള ഒരു മാധ്യസ്ഥമുണ്ടാകും, ഒരു വല്ലാത്ത മാധ്യസ്ഥമാണ്. ഇപ്പം ഞാൻ എന്താ പറയുന്നത് അറിയാമോ, ഈ സമരക്കാരായിട്ട് ഒരു കെട്ടുവെച്ചല്ല, അവരിവിടെ വന്ന് ഇടുത്തി വീഴാൻ വേണ്ടി വരപ്രസാദത്തിന് പ്രാർത്ഥിക്കുന്നത്. എന്ത് മനുഷ്യർ, കുരിശ് എടുത്തവൻ്റെ കൂടെ വരാൻ പറഞ്ഞൊക്കെ അവർ മറന്നുപോയി. അതായത് അപ്പോൾ അതൊക്കെ വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കുറിച്ചെടുക്കണം, കൂടെ വരണം. ഇപ്പോൾ അതൊക്കെ മറന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇടുത്തി വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഡയലോഗ് ഹീസ് നോട്ട് റെഡി. കർത്താവ് റെഡിയല്ല. കർത്താവ് ആ വിഷയം എടുക്കണില്ല. അവർ വേറെ വഴിക്ക് പോയെന്ന് വച്ചൊന്ന് വായിച്ചത് 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഈ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചോണ്ടേ സമരക്കാരത്ത് നേരിട്ട് ചെന്ന് കാര്യം വിശേഷം തിരക്കാരല്ല പോയത്. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് ന്യൂട്രലായിട്ട് സ്കൂട്ടായി. എന്താ പറയുക, അതാണ് അങ്ങനെ ഒരു വിഷയം. അപ്പോൾ നമുക്കൊരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ കയറ്റാതെ അടുത്ത നമ്മുടെ വഴി നോക്കി നമ്മുടെ വഴി നോക്കി നമ്മൾ പോയേക്കണം, ഒഴിവാക്കി കളഞ്ഞേക്കണം. അതാണ് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ യുദ്ധയാലുള്ളൊരു മലപ്രദേശത്ത് പോട്ടത് മതി, മലമുകളിലേക്ക് പോട്ടത് മതി, ദൈവത്തിലേക്ക് പോട്ടുന്നതിൻ്റെ അർത്ഥം ഈ മറ്റൊരു വഴി എപ്പോഴും ചെന്ന് എത്ര ദൈവത്തിലായിരിക്കണം കേട്ടോ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ആളുടെ സ്വഭാവത്തിലൊക്കെ ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി 12 2025 അത്ര അമ്മമാതാവിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന ഒരാളല്ല. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഈശോട് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ എന്നോട് എപ്പോഴും ഇങ്ങനെ അമ്മമാതാവിൻ്റെ കാര്യം പറയാറുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും ധിക്കരിച്ച് പറയാറില്ല, എല്ലാം കേൾക്കും. പക്ഷേ ഞാൻ അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. പിന്നെ ഒരു 10-ലായി, ഓൺ എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മകനിലെ സ്വഭാവത്തിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ആളുടെ സ്വഭാവം ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ ഇച്ചിരി ദേഷ്യമൊക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് പോലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം, സഹിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോഴും എല്ലാത്തിനും പാസ്സായെങ്കിലും നമ്മൾ 10th പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഗ്രീഷ്മ പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാം, ഞാൻ എടുക്കുന്നതാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പോകാമെന്ന് പറയുമെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ഇത് തോന്നലായിരുന്നു, എനിക്ക് വിശ്വാസം ഇല്ല. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണേ എന്തിനാ, എന്നെക്കൊണ്ട് പറ്റുമോ, ചെയ്യണ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണ്ടേ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വരാനും ഉടമ്പടി സത്യസന്ധമായിട്ട് എടുക്കാനും മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. ശനിയാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഞായറാഴ്ച പോകാം, എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ഗ്രീഷ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി അത്രയും പറഞ്ഞു. പക്ഷെ ഞാൻ കല്ലൂർ പള്ളി പോണ ആളാണ് ഞാനിപ്പോഴും. അപ്പം ഞാൻ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ അവിടെ മാതാവിൻ്റെ രൂപമുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ കാര്യം നിനക്കറിയാം, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് സത്യസന്ധമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്നെ കൃപാസനത്തിലേക്ക് നീ എത്തിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത്. അത് പറഞ്ഞ് ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പം വീട്ടിൽ ഞാൻ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അനീത്തി വിളിച്ചിട്ട് പറഞ്ഞു, അനീത്തിയുടെ കൊച്ചു വീണു, നെറ്റി മുറിഞ്ഞു, ക്യാഷ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പോവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്, അപ്പോൾ പോകണോ എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഇയാൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇവൻ ഫോണിൽ കളിക്കണ കാണുമ്പോൾ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ എനിക്ക് ഇവൻ ഫോൺ എടുത്തപ്പം എനിക്ക് തുടങ്ങും. എനിക്ക് ദേഷ്യം എന്ന് വെച്ചാൽ കൺട്രോളില്ലാത്ത ദേഷ്യമാണ്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഫോണിൽ കളിക്കാൻ പറ്റില്ല, ഫോൺ തരാൻ പറഞ്ഞപ്പോൾ ഇവനും ആകെ മൂഡ് ഓഫായി. ഇവനൊരു സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവനിൽ ഇത്തിരി ഇത് കാണിക്കാൻ തുടങ്ങി. അത് ആ വീട്ടിലെ സ്ഥിതി മൊത്തം മാറ്റി. അത്രയും ഹാപ്പി ആയിട്ട് വന്നപ്പോൾ പെട്ടെന്ന് വീട്ടിൻ്റെ അന്തരീക്ഷം മാറി. അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇവനാ പറഞ്ഞതിൻ്റെ ബേസ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഗ്രീഷ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പ്രശ്നം, നിനക്ക് എന്താ പറ്റിയേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്നില്ലടോ, പോവാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്,
ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇല്ലടി, ചിലർക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ വരും, അത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടല്ലോ, അതൊക്കെ ഒരു പരീക്ഷണമാണ്, ആ പരീക്ഷണം അതിജീവിക്കണം, നിനക്ക് അവിടെ എത്താൻ യോഗമുണ്ട്, അമ്മ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ എത്തിയിരിക്കും, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നിനക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ അമ്മ മാതാവിനെ കിട്ടും, കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെയും വിളിക്കും, പിന്നെയും ഇത് തന്നെ പറയും. ഒരുവിധം ഫോൺ വെച്ച് ഞങ്ങൾ കിടന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. എന്താ എങ്ങനെയാവും, ഇനി ഉടമ്പടി എടുത്താൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമോ, ഇപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ വലിയ തട്ടുകേടില്ലാണ്ട് അങ്ങോട്ട് തട്ടിയും മുട്ടി അങ്ങ് പോയിക്കോളൂലോ, ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് രാവിലെ നേരം വെളുത്ത ഒരു 4 മണിയായപ്പം ഗ്രീഷ്മയുടെ മോൻ വിളിച്ചാർജും വിളിച്ച് എന്നോട് പറഞ്ഞു ആൻറ്റി അച്ചോടെ കയ്യിൽ ഫോണൊന്ന് കൊടുക്ക്. പറഞ്ഞു എനിക്കിടാ നമുക്ക് പോകണ്ടേ, കൃപാസനത്തിൽ പോകണ്ടേ. ഇവൻ പറഞ്ഞു നീ പൊയ്ക്കോ. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു നീ മര്യാദയ്ക്ക് എഴുന്നേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവൻ എഴുന്നേറ്റിട്ടില്ല, കട്ടിലെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു ആ എഴുന്നേറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇച്ചിരി ഷൗട്ട് ചെയ്യണ രീതിയിൽ പറഞ്ഞു മര്യാദയ്ക്ക് എഴുന്നേക്കട, പോയി എഴുന്നേറ്റ് വാന്ന് പറഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റ് പോയി കുളിച്ച് അമ്മേ വാ നമുക്ക് പോകാം. അത്രയും നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഉടമ്പടി എടുക്കണതിനെക്കുറിച്ച് ഞാൻ പറയുമെങ്കിലും എനിക്ക് നീ എടുത്തോ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. നിൻ്റെ ഇഷ്ടം പോലെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ശരി നീ പോയി ഉടമ്പടി എടുത്തോ, ഒന്നും വരില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാനും പെട്ടെന്ന് എഴുന്നേറ്റ് ഞങ്ങൾ റെഡിയായി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ പോന്നു. അപ്പോൾ ആ വന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഗ്രീഷ്മ പറഞ്ഞു സാരമില്ലേ എന്ത് പ്രശ്നത്തിനും, അപ്പം ഞാനൊക്കെ എന്ത് ചെയ്യണം, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നീ വാ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു പുതിയ ഉടമ്പടി എടുക്കാൻ നല്ല തിരക്കായിരിക്കും, അപ്പോൾ ക്ഷമയോടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് ഒരു തിരക്കുമില്ല ഒന്നുമില്ല. ചെന്ന വഴി അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് ഗ്രീഷ്മ തന്നെ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഗ്രീഷ്മ തന്നെ പറഞ്ഞു വാടോ ഇത് ആ ചേച്ചിയോട് ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി എടുക്കാനല്ലേ പുതിയതല്ലേ. അപ്പം തന്നെ ഒരു ടോക്കൺ എടുത്ത് തന്നു ഇവളെൻ്റെ മേലിൽ കൊണ്ട് നിർത്തി. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു എൻ്റെ കൂടെ വന്നിരിക്കണം, അവിടെ എന്താ അച്ഛൻ പറയണേന്ന് കേൾക്കണം. അപ്പം എൻ്റെ മനസ്സിൽ മൊത്തം അച്ഛൻ വന്ന് സംസാരിക്കുമെന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു. ഞാൻ അങ്ങടേക്ക് പോയി. എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ. അത് ഞാൻ ട്രെയിനിൽ വെച്ച് ഗ്രീഷ്മ എന്നെ ഇത് കാണിച്ച് തന്നപ്പോൾ ഞാൻ അതിൻ്റെ അതിന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഫോണിൽ സൂക്ഷിച്ചായിരുന്നു. അപ്പോൾ അതെൻ്റെ മൈൻഡിലുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പ്രെയറൊന്നും അറിയത്തില്ല. ആകെ എനിക്കറിയാവുന്നത് സ്വർഗ്ഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയോ, അല്ലാണ്ട് ഒരു പ്രെയറും എനിക്കറിയില്ല. ഞാനത് മാത്രം എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് വേറൊരു പ്രാർത്ഥന അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്കറിയില്ല. അവിടെ നിന്നു ആ ചേച്ചി ഇങ്ങനെ ഇത് തന്നു. അപ്പോഴും എന്നോട് പറഞ്ഞു മോള് പറഞ്ഞ് ഇതിന്ന് എടുത്തേ. ഞാൻ എടുത്തു, പക്ഷെ ഞാൻ തുറന്നു നോക്കണില്ല എന്നാണെന്നുള്ളത്, തിരിച്ച് നോക്കിയില്ല. എൻ്റെ അടുത്ത് നിന്നൊരു കൊച്ചിനോട് ചോദിച്ചു ഇത് നോക്കെന്താ കിട്ടിയേ, മെഴുകുതിരി. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും, ഒന്നും ഒരു ബോധവും ഇല്ലാത്ത ഒരാളെ പോലെ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു മോക്കെന്താ കിട്ടിയേ. അപ്പം ഞാൻ തിരിച്ചു കിട്ടും മാതാവ്. എനിക്കറിയില്ല എന്താ, എല്ലാവരും മാതാവിനെ കൈ കിട്ടുമ്പോൾ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ കരയണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഫീലും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ മരം പോലെ നിന്നത്. അത് കഴിഞ്ഞ് മാതാവിനെ എൻ്റെ കൈ കിട്ടി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ഗ്രീഷ്മ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടിയത്. അപ്പോൾ അവൾ എവിടെയായിരിക്കും എൻ്റെ അമ്മയെ എന്ന് ചോദിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയത് ഗ്രീഷ്മയുടെ നേരെയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മക്കൾ രണ്ടുപേരും കണ്ടില്ല, അർജുനും കണ്ടിട്ടില്ല അജോയും കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ മാതാവ് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മക്കളെയും കൂടി ഒന്ന് കാണിച്ചു തരണേ. അവിടെ നിന്ന് തിരിഞ്ഞിങ്ങ് വന്നപ്പോൾ ഇവർ രണ്ടാളും അവിടെ നിൽക്കുക. ഭയങ്കര സന്തോഷം, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് 2 തവണ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തു. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയപ്പം ആ സൈഡിലിരുന്ന 2 ചേച്ചിമാരുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് മൊത്തം ആ മുല്ലപ്പൂവിൻ്റെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഞങ്ങൾ ഓഫീസിലിരുന്ന സമയത്ത് എന്നോട് 2-3 പേര് പറഞ്ഞു മാതാവിൻ്റെ ഫീലിങ്സാണ് ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടണേന്ന്. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം ഗ്രീഷ്മയോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ആർക്കെങ്കിലും സ്മെല്ല് വന്നാൽ, ഇവരോട് ചോദിച്ചപ്പോൾ ഇവനും ഇല്ല, അർജുനോട് ചോദിച്ചപ്പോൾ അർജുനും പറഞ്ഞ. അപ്പം എനിക്ക് ഉറപ്പില്ലാത്ത കാരണം ഞാൻ ഇവരോട് പറഞ്ഞില്ല. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോയ ആ നിമിഷം മുതൽ എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്നൊരു ഫീൽ വരാൻ തുടങ്ങി. ഫീലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം എനിക്ക് ഫീൽ ചെയ്തേക്കണം. കാരണം നേരെ ഫ്രണ്ടിൽ വന്ന വണ്ടി എന്നെ ഇടിക്കും ഉറപ്പത്. അതെങ്ങനെ മാറി ഞാൻ മിററിൽ കൂടെ നോക്കുമ്പോൾ ആ വണ്ടി ബാക്കിലുണ്ടാവും എൻ്റെ. അതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. മാതാവ് ഈ നിമിഷം വരെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. പിന്നെ എൻ്റെ മോൻ്റെ എക്സാം സമയം അവനിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമായിരുന്നു, എൻ്റെ ഈശോ എനിക്ക് ദാനമായിട്ട് തന്നത്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. അപ്പം എൻ്റെ 2 മക്കളെ എനിക്ക് ദാനമായി തന്നതാണ്. അവരിൽ ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ് ഞാൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ വീട് പൊളിച്ചു വെക്കും. പക്ഷെ എൻ്റെ ദേഷ്യം അറിയാവുന്നത് എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും. പുറത്തേക്ക് ഞാൻ ആരുടെ അടുത്ത് ഒരൊച്ചെടുക്കാനോ എന്ത് പറഞ്ഞാലും എല്ലാവരും എന്ത് പ്രശ്നം പറഞ്ഞാലും അതിൻ്റെ 2 സൈഡും പറഞ്ഞു കൊടുത്ത് ഭയങ്കര പെർഫെക്റ്റ് ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ തനി സ്വഭാവം എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയം മുതൽ
എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ അപ്പം ഉണ്ട് ഈശോയെ എൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ ഞാൻ എന്ത് കാര്യം ഡീൽ ചെയ്യണേ. ആ സമയത്ത് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് ദേഷ്യമില്ല, ഞാൻ വെറുതെ വഴക്കുണ്ടാക്കില്ല, ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഇത്തിരി കാര്യം കിട്ടാൻ ഞാൻ ഇങ്ങനെ നോക്കി നടക്കും, വേറെ എന്തിലും അതുമേ പിടിക്കാം, അതുമേ പറഞ്ഞ് എൻ്റെ ആ ദേഷ്യം മൊത്തം ഞാൻ തീർക്കും, അതുമേ തുടങ്ങി. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് എനിക്കിപ്പോൾ ഇല്ല. എപ്പോഴും അത് എൻ്റെ അമ്മ മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് വന്നേക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ മക്കളോട് എടുത്തൊരു ദേഷ്യം, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നത് അമ്മയ്ക്ക് തോന്നുന്നത് ഇത് ചെയ്തതാ ശരിയാവില്ല എന്നാ തോന്നുന്നത്. പക്ഷെ പണ്ടത്തെ എൻ്റെ സ്വഭാവത്തിന് അതായിരിക്കില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന മോനെ അമ്മയ്ക്ക് തോന്നുന്നു ഇത് ശരിയല്ല, ഇതിന് ഇന്നൊരു കാര്യമുണ്ട്, ഇതിനിപ്പുറത്ത് ഇങ്ങനെ ഒരു സൈഡുണ്ട്, നിനക്ക് തീരുമാനിക്കാം, എൻ്റെ ഇഷ്ടമാട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്യണേ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ്. ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ എന്നെക്കൊണ്ട് നടക്കില്ല. ഞാൻ അമ്മ മാതാവിനെ അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കില്ലാത്തൊരു കാര്യം അത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകനിൽ ദൈവവിശ്വാസം വളരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായി, അവനിലൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എൻ്റെ ഹസ്ബൻഡാണേലും എൻ്റെ മക്കൾ രണ്ടാളാണേലും അങ്ങനെ ജീവിക്കണം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ദൈവ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോനിൽ ഇപ്പം അത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവൻ്റെ ദൈവവിശ്വാസവും ദൈവസ്നേഹവും മറ്റുള്ളവരോട് കരുണയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. അവനിൽ കുറേ ദേഷ്യം അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിത്തന്ന് അവനൊരു ഒരു പുതിയ ഒരു മകനാക്കി ദൈവം എനിക്ക് തന്നേക്കും. അവനെ നേരെ ചൊവ്വനെ വളർത്താൻ പറ്റാത്ത, ഞാൻ എപ്പോഴും അവനോട് ദേഷ്യപ്പെടുമായിരുന്നു, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ്. പക്ഷേ അത് എൻ്റെ തെറ്റായ എൻ്റെ ഒരു എന്താ പറയുക, എന്നിൽ ദൈവത്തിൻ്റെ ഇത് കുറഞ്ഞത് കൊണ്ടാണ് എനിക്ക് അവരെ നേരെ വളർത്താൻ പറ്റാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കണത് ഇപ്പോൾ. പക്ഷേ എന്നിൽ മാറ്റം വന്നു, അതുവഴി എൻ്റെ മകനിൽ മാറ്റം വന്നു, മകളിലും മാറ്റം വന്നു, എൻ്റെ ഹസ്ബൻഡിലും മാറ്റം വന്നു, എല്ലാവരിലും ഒരുപാട് മാറ്റം വന്നു. ഇപ്പം എൻ്റെ മോന് 95% മാർക്കോടുകൂടിയാണ് SLC എക്സാം പാസ്സായത്. ഒരിക്കലും അത് അവൻ്റെ കഴിവിലും ജയിച്ചതല്ല അവൻ. എൻ്റെ പേര് അജോ, ഞാൻ 10ലെ SSLC എക്സാം എഴുതിയിട്ട് റിസൾട്ട് വന്ന് പാസ്സായിരിക്കുക. എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, 95% മാർക്കുണ്ട്. ആദ്യമൊക്കെ ഞാൻ പഠിക്കുമ്പോൾ അത്രയൊന്നും പഠിക്കില്ല, ഒരു 80% എബോ കിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ എനിക്ക് 95% തന്നെ ഞാൻ വിജയിപ്പിച്ച്. കൃപാസനത്തിൽ ഉപ്പെടുത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപ്പ് ബെഞ്ചിലും പേപ്പറിലൊക്കെ ഇട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങണത്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി എപ്പോഴും അമ്മയോടൊപ്പം പ്രതീക്ഷന പാർട്ടി അങ്ങനെയൊക്കെ ചൊല്ലുമായിരുന്നു. പിന്നെ കൃപാസന പത്രം ജനറൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അമ്മേനെക്കുറിച്ച് അറിയാത്തവർക്ക് അമ്മേനെക്കുറിച്ച് പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വരാറ്. അതുപോലെ തന്നെ എൻ്റെ മകനിൽ ഒരു മനുഷ്യൻ, ഇവൻ വീട്ടിൽ സൈലൻ്റാണ്, പുറത്തോട്ട് ഇറങ്ങി ഇവരുടെ ഫ്രണ്ട്സിനോട് കൂടുമ്പോഴാണല്ലോ ഇവരുടെ തനി സ്വഭാവം പുറത്തു വരുള്ളൂ. ഇവനങ്ങനെ അധികം സംസാരിക്കും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ മോന് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വേണം, എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നടന്ന് ഇവൻ ചെയ്യണം. ഇവൻ വലുതാകുമ്പോഴെല്ലാം ഇപ്പം ജീവിക്കുന്ന ജീവിതം അവൻ തുടർന്ന് ജീവിതാവസാനം വരെ ഇങ്ങനെ തുടർന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ അവനിൽ വന്നേക്കണേ. ഇപ്പം പത്രം കൊണ്ടായാലും എൻ്റെ കൂടെ ആദ്യമൊന്നും കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഒരു പത്രം ഒരാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവൻ കൊടുക്കില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ പത്രം കൊടുക്കാൻ വരും, ഭക്ഷണം കൊടുക്കണേ, അല്ലെങ്കിൽ വേറെ ആൾക്ക് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിയാൽ അപ്പം തന്നെ ഇവന് എന്തെങ്കിലും അയാൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് അമ്മ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾ കച്ചവടം നടത്തുകയാണ്. അവിടെ സ്ഥാപനത്തിന് ഒട്ടും ചിലവുണ്ടായിരുന്നില്ല. എനിക്കറിയായിരുന്നു നമ്മുടെ അമ്മ സഞ്ചാരി മാതാവാണ്, എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് വന്ന അമ്മ വിചാരിച്ച നടക്കാത്തതൊന്നുമില്ല. എൻ്റെ ഈശോയോട് പറഞ്ഞ് എല്ലാം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മേ നമ്മുടെ വരുമാന മാർഗ്ഗം ഇതാണ്, അമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആ ജോലി സ്ഥലത്ത് ഉണ്ടാവണം, അവിടെ ചിലവുണ്ടാവണം, ഞങ്ങൾക്ക് വരുമാനം വേറെ ഒന്നും ഇല്ലാട്ടാ. അപ്പം അമ്മ അത് കേട്ടു. ഇപ്പം നല്ല രീതിയിൽ ഒന്നും ഇല്ലാത്തിരുന്ന് ഒരു സമയത്ത് ഞങ്ങൾ നല്ല ഇതിൽ നിന്നിരുന്നു, അവിടെ നിന്ന് ഡൗണായി, പിന്നെ അതിൽ നിന്ന് ചെറുതായി പൊങ്ങി വന്ന് വീണ്ടും ഡൗണായി. ആ സമയത്താണ് ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഇപ്പം നിൽക്കുന്ന ഈ സമയം. ആ സമയത്ത് ഞാൻ അമ്മോട് പറഞ്ഞ, അമ്മ
ഞാൻ വിളിച്ച് പറഞ്ഞ് അമ്മോട് പറഞ്ഞ അമ്മ എനിക്ക് കച്ചവടം ഉണ്ടാക്കി തരണം, ആള് മൂഡ് ഓഫാണ് എപ്പോഴും, നമുക്ക് ചിലവില്ല, അമ്മ കൂടെ ഉണ്ടാവണം കേട്ടോ, ചിലവുണ്ടാക്കി തരണേന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അമ്മയുടെ ഒരു രൂപ അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ അതുപോലെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അമ്മ. അപ്പം അമ്മ ഇനി മുതൽ നമ്മുടെ കാര്യം നോക്കണം, നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട, അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞു. ഇപ്പം അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചിലവ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ആൾക്ക് രാത്രിയിൽ കിടക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആളങ്ങനെ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക അങ്ങനെയുള്ള ആളൊന്നും അല്ല കേട്ടോ. ഒന്നും നമ്മൾ ചെയ്യണതിന് നമ്മൾ തടസ്സം പറയില്ല, പക്ഷേ ആള് കൂടെ ഇരിക്കത്തൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വന്നിരിക്കുക, ഇവിടെ ഞങ്ങൾ പ്രയർ ചൊല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുക, പ്രയർ ചൊല്ലാൻ അറിയില്ല, ചൊല്ലണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അങ്ങനെ 2-3 ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് ഉണ്ടല്ലോ കൂടെ, ഈശോയും ഉണ്ട്, ഒന്നും വരത്തില്ല, ടെസ്റ്റ് ചെയ്യുമ്പം ഒരു പ്രശ്നമില്ല, മൂത്രത്തിക്കല്ലാന്നും പറയില്ല, മൂത്രത്തിപ്പഴുപ്പാന്നും പറയില്ല, ഒന്നും പറയില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയൂന്ന് പറഞ്ഞു. അപ്പോൾ തൈലം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കയ്യിൽ കൊടുക്കുമായിരുന്നു. അതാൾ പുരട്ടും, ഉപ്പ് നാവിൽ ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി നാവിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പ്രശ്നവുമില്ല, ആൾക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. ആളുടെ വിശ്വാസം അങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം ആളുടെ വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് സമ്മതിച്ച് തരത്തില്ല വിശ്വാസം ഉണ്ടെന്നുള്ളത്, പക്ഷെ അതിപ്പം കുറച്ചുകൂടെ ഒരു ഇതായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് പീരീഡ്സ് ആയ സമയം മുതൽ വയറുവേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഞാൻ എഴുന്നേക്കില്ല, ഹോസ്പിറ്റലിൽ പോവും, ട്രിപ്പ് ഇടും, ഇഞ്ചക്ഷൻ എടുക്കും, അങ്ങനെയാണ് ഞാൻ നിന്നേക്കുന്നത്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പെയിൻ വന്ന സമയത്ത് തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയെ ഞാനിതായ കാലം മുതൽ ഞാൻ അനുഭവിക്കുന്ന വയറുവേദനയാണ്, എനിക്കിനി പറ്റൂല, അമ്മ എനിക്ക് വയറുവേദന മാറ്റി തരണം എന്ന് പറഞ്ഞ് ഒരു അടുത്ത തവണ ആയപ്പം പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് വയറുവേദന എന്നൊരു കാര്യമില്ല. എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് അത്ഭുതം, ഞാൻ അറിയുന്ന പോലുമില്ല. അത്രയ്ക്ക് മാറ്റം എൻ്റെ അമ്മ കൂടെ ഉള്ളത് കൊണ്ടല്ലേ ആ മാറ്റം വന്നേ, അല്ലെങ്കിൽ ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല പീരീഡ്സിൻ്റെ സമയത്ത്. ആയുർവേദം കഴിക്കും, എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുള്ളതാണ് ഈ പീരീഡ്സിൻ്റെ വേദനയ്ക്കുള്ളത്. പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഒരു സെക്കൻഡ്, അമ്മ വിചാരിച്ചാൽ എന്താ നടക്കാത്തുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് എൻ്റെ ഇത് പെയിൻ. ഇപ്പം ഞാൻ അറിഞ്ഞിട്ട് 2 മാസമായി, ഇതിപ്പോൾ എൻ്റെ 3 മാസത്തെ ഇതിൽ ഞാൻ വേദന അറിഞ്ഞിട്ടേ ഇല്ല. അത്രയ്ക്കും വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ. കാരണം ഞാൻ ജോലിക്ക് പോകില്ല, ലീവ് എടുത്ത് 2 ദിവസം ഇരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന, പക്ഷെ എനിക്ക് വേദന ഇല്ല ഇപ്പോൾ. അതെൻ്റെ അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ഒരു ഇതിലാണ് ഞാൻ ആ വേദന ഇല്ലാണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നത്. പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, തലവേദന എന്ന് വെച്ചാൽ ഒമിറ്റ് ചെയ്യും, അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ വന്ന് ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് ആളെന്നെ വീഡിയോ കോളിൽ വിളിച്ച് കുറച്ച് നേരം ധ്യാനം കേട്ടു. പിന്നെ ഓരോരുത്തരിങ്ങനെ സാക്ഷ്യം പറയണത് കേട്ടു. പിന്നെ എനിക്ക് തലവേദന ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഗ്രീഷ്മ തന്നെ ചോദിച്ചു, തൻ്റെ തലവേദന മാറിയോ? പക്ഷെ അപ്പോഴും ഞാൻ ഓർക്കണേ, നേരാണല്ലോ, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ എനിക്ക് അന്ന് മുതൽ ആ ധ്യാനം കൂടിയ പിന്നെ മുതൽ തലവേദനയുള്ള. പിന്നെ എനിക്ക് അച്ഛനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നേ. എൻ്റെ മൈൻഡിൽ ഉടമ്പടി എടുത്ത് അച്ഛനെ പിറ്റേ ദിവസം കാണാമെന്നായിരുന്നു. അപ്പം അച്ഛനെ കണ്ടാൽ എല്ലാം ശരിയാവും, അങ്ങനെ ഒരു ഇതായിരുന്നു എൻ്റെ ഇത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന, അപ്പോൾ അച്ഛൻ ഒരു ടോക്കിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു, കുറേ പെരിച്ചാഴികളുണ്ട്, അച്ഛനെ കാണണം എന്നുള്ള ചിന്തയിൽ മാത്രം തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അച്ഛനെ എനിക്കിട്ട് തറഞ്ഞതാ. ആ സെക്കൻഡിൽ ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ച്. അപ്പം എൻ്റെ മൈൻഡ് അതുവരെ തന്നെ പ്രാർത്ഥനയിലൊന്നും അല്ല, എനിക്ക് അച്ഛനെ കാണണം, അത്രേ ഉള്ളൂ. അച്ഛനെ ഒന്ന് കാണണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് വാങ്ങിച്ചാൽ ഓക്കെ. എൻ്റെ മൈൻഡ് മൊത്തം അമ്മ മാതാവിനെ നേരിട്ട് കണ്ട ആളല്ലേ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ കൈ നമ്മുടെ തലയിലും തൊട്ടാൽ അതിലും വലിയൊരു അനുഗ്രഹം ഇല്ല. അങ്ങനെ വിചാരിച്ച് ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് മൊത്തം പ്രാർത്ഥനയുടെ സമയത്ത് പോലും എനിക്ക് അച്ഛനെ കാണാൻ പറ്റണേ എന്നായിരുന്നു. പിന്നെ ഇവരുടെ SLC പരീക്ഷയുടെ ഇത് ഹോൾ ടിക്കറ്റ് കാണിക്കാൻ വന്നപ്പോൾ അന്ന് അച്ഛൻ ഇവിടെ ഇല്ല, അതും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്, കുറേ പെരിച്ചാഴികൾ ഇങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി മാത്രം. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്നോട് തന്നെ പറഞ്ഞതാണല്ലോ, വേണ്ട, ഈ ആഗ്രഹം ഇവിടെ നിർത്തി. അമ്മ മാതാവ് കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത്. എല്ലാം കൊണ്ടും ഞാൻ ഇതുവരെ ജീവിച്ച് പോകുന്ന ഒരു ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അച്ഛൻ പറയുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, നിങ്ങൾ ഉടമ്പടിക്ക് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം എന്താണെന്നും അതിനുശേഷമുള്ള ജീവിതം എന്താണെന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാൻ. അങ്ങനെ ചിന്തിച്ചപ്പം ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ്.
എൻ്റെ ദേഷ്യം എന്ന് വെച്ചാൽ അത്ര ഇതായിരുന്നു. ആ ഒരു ദേഷ്യം എന്നിൽ നിന്ന് മാറി. പക്ഷെ എനിക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എൻ്റെ ദേഷ്യം ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു. കാരണം എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ദേഷ്യം എന്നാന്ന്. അപ്പോൾ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ പത്രത്തിലും ഒരു വചനം എഴുതും. അപ്പോൾ ഞാൻ ഇതെടുക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ ഈശോയെ ഈ പത്രം ആരുടെ കയ്യിലാണോ കിട്ടണേ അവർക്ക് വേണ്ടിയിട്ട് ഒരു വചനം നീ ഇതിലേക്ക് തരണേന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചൊരു വചനം എഴുതും. അതുപോലെ എനിക്ക് വിശ്വാസ പ്രമാണം അറിയില്ലായിരുന്നു. എന്താണ് വിശ്വാസ പ്രമാണം എന്നാന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്നെപ്പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പത്രത്തിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം എഴുതുമായിരുന്നു. അതും എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് അർഹതയുള്ളവരുടെ കയ്യിൽ എത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റോഡിലൊക്കെ നിൽക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ടല്ലോ പ്രായമുള്ള, അവർക്കാണ് ഭക്ഷണം കൊടുക്കണേ. പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ നിർദ്ധരായ കുടുംബത്തിലേക്ക് നമ്മൾ അരി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും, അങ്ങനെ ചെയ്യാറുമുണ്ട്.